1977 ഫെബ്രുവരി 1-ാം തീയതിയാണ് കോസ്റ്റ് ഗാർഡ് രൂപീകരിക്കപ്പെട്ടത്. അതിനുശേഷം ഒരു 1.5 വർഷത്തിനു ശേഷം ഓഗസ്റ്റ് മാസം 18-ാം തീയതി 1978 കോസ്റ്റ് ഗാർഡ് നിയമം, കോസ്റ്റ് ഗാർഡ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കി അത് നിലവിൽ വന്നു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള കോസ്റ്റ് ഗാർഡിൻ്റെ വളർച്ച പല ഘട്ടങ്ങളിലായിരുന്നു. ഭാരതത്തിൻ്റെ സമുദ്ര സായുധ സേന, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുവാൻ ഒരുങ്ങുകയാണ്. വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എത്രയും വേഗം സമയം കടന്നുപോയത്. കോസ്റ്റ് ഗാർഡിൻ്റെ തുടക്കം മുതൽ ഞാനതിലുണ്ടായിരുന്നു. കുറച്ചു കാലം മുമ്പാണ് വിരമിച്ചത്. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ ലോകം മുഴുവനും എവിടെയൊക്കെയാണോ അത് വരുന്നത്, എപ്പോഴൊക്കെയാണോ അത് ഉത്ഭവിക്കുന്നത്, ആ സമയത്തൊക്കെ അവിടെ പോയിട്ട് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്ത്യൻ സമുദ്ര സേനയ്ക്ക് അധികാരമുണ്ട്. അത് അതിൻ്റെ നിയമാവലിയിലും ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി, അവർ ചെയ്യേണ്ടത് ഈ മഹാസാഗരത്തിന് അത്ര തന്നെ വലുപ്പമുള്ള ഒരു സംഗതിയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ജോലി കോസ്റ്റ് ഗാർഡിൻ്റെ നിയമാവലിയിലുള്ളതാണ്. കടലിലെ നിയമപരിപാലനം, എല്ലാ തരത്തിലുമുള്ള നിയമപരിപാലനം, അതിന് പുറമെ മാനുഷിക സേവനം, പരിചരണം, അതായത് മനുഷ്യരാശിക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതിനു വേണ്ടിയുള്ള എല്ലാ പരിചരണങ്ങളിലും ഭാരതീയ തീരദേശ സേന എന്ന് നമ്മൾ ആദ്യം വിളിച്ചു വരുന്ന സമുദ്രസേന ഇടപെടാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാരെ മാത്രമല്ല സംരക്ഷിക്കുന്നത്, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും, കടൽ ഉപയോഗിക്കുന്ന എല്ലാ മനുഷ്യരെയും സംരക്ഷിക്കേണ്ട ചുമതല ഇന്ത്യയുടെ സമുദ്രിക സേനക്ക് ഉണ്ട് എന്ന് ഞാൻ പറയും. 2009 ഞാൻ നടത്തിയൊരു പഠനത്തിൽ, വേറൊരു രാജ്യത്ത് വെച്ചിട്ട് ആ രാജ്യത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളൊരു പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് 129ഓളം കോസ്റ്റ് ഗാർഡുകൾ ഈ ലോകത്തിൽ ഉണ്ട്. പല തരത്തിലുമുള്ള കോസ്റ്റ് ഗാർഡുകൾ, പലതും ഇന്ത്യക്ക് മുൻപ് ഉണ്ടായിട്ടുള്ളതാണ്. ഈ കോസ്റ്റ് ഗാർഡുകളെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അധികം പഴക്കമുള്ളതല്ല. 50 വർഷം. ഇപ്പോൾ ഇതിനേക്കാളും എത്രയോ പഴക്കമുള്ള കോസ്റ്റ് ഗാർഡുകൾ ലോകത്തിലുണ്ട്. പക്ഷേ ഇവരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഞാൻ 2-ാം സ്ഥാനമാണ് കൊടുക്കുന്നത്.